അസ്സലാമു അലൈക്കും. 2027 പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് ഹജ്ജ് കമ്മിറ്റി മുഖേന അപേക്ഷിച്ചവരും അപേക്ഷിക്കാനിരിക്കുന്നവരും അറിയേണ്ട ചെറിയ ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഹജ്ജുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കവർ നമ്പർ. അപ്പോൾ എന്താണ് കവർ നമ്പർ, ഈ വാക്ക് എങ്ങനെ ഉണ്ടായി എന്നുള്ള അതിൻ്റെ വിശദവിവരങ്ങളൊക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ഹജ്ജിന് ഉദ്ദേശിക്കുന്നവർ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് അനുബന്ധ രേഖകളൊക്കെ ചേർത്ത് കവറിലിട്ട് ഒട്ടിച്ച് ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ എത്തിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അത് കിട്ടുന്ന ക്രമം അനുസരിച്ച് അവരതിൻ്റെ പുറത്തൊരു നമ്പർ എഴുതി ആ നമ്പർ ഇവർക്ക് കൊടുക്കും. ആ നമ്പർ ആണ് നമ്മൾ നറുക്കെടുപ്പിൽ വന്നോ എന്നൊക്കെ നോക്കുന്നത്. അങ്ങനെ അന്ന് ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ് കവർ നമ്പർ എന്ന്. എന്നാൽ ഇപ്പോഴേ ഡിജിറ്റൽ യുഗത്തിൽ ഓൺലൈനായി അപേക്ഷയൊക്കെ തുടങ്ങി. എങ്കിലും നമ്മൾ ഇപ്പോഴും ഒരു ഗ്രൂപ്പിൽ അപേക്ഷിക്കുന്നവർക്ക് പൊതുവെ കിട്ടുന്ന നമ്പറിനെ കവർ നമ്പർ എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ അപ്ലോഡ് ചെയ്ത് സമർപ്പിച്ച രേഖകൾ ഹജ്ജ് കമ്മിറ്റി ഓഫീസിലെത്തി അവർ വിശദമായി പരിശോധിച്ച് എന്തെങ്കിലും അവർക്ക് കൂടുതൽ അറിയാനുണ്ടെങ്കിൽ കവർ ഹെഡിനെ വിളിച്ച് സംസാരിച്ച് സ്ഥിരീകരിച്ച ശേഷമാണ് അവർക്ക് ഒരു കവർ നമ്പർ അനുവദിക്കുന്നത്. ഇങ്ങനെ അനുവദിക്കുന്ന കവർ നമ്പർ സാധാരണഗതിയിൽ ഏതാനും ദിവസങ്ങൾക്കകം കവർ ഹെഡിൻ്റെ മൊബൈലിലേക്ക് ടെക്സ്റ്റ് മെസ്സേജായി അയക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഹജ്ജ് കമ്മിറ്റിയുടെ സൈറ്റിൽ പോയി എൻക്വയറി ലിസ്റ്റിൽ നിന്ന് പാസ്പോർട്ട് നമ്പർ ഉപയോഗിച്ച് നമുക്ക് ഈ കവർ നമ്പർ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഹജ്ജ് അപേക്ഷ സ്വീകരിക്കുന്ന സമയം കഴിഞ്ഞ് നറുക്കെടുപ്പ് ആയിട്ടും കവർ നമ്പർ ലഭിച്ചിട്ടില്ലെങ്കിൽ സാധാരണഗതിയിൽ ഹജ്ജ് കമ്മിറ്റി അത്തരം ആളുകളോട് ഹജ്ജ് കമ്മിറ്റിയുമായി ബന്ധപ്പെടാൻ ആവശ്യപ്പെടാറുണ്ട്. സാധാരണഗതിയിൽ 4 രീതിയിലുള്ള കവർ നമ്പറാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ ഒന്നാമത്തേത് KLF എന്ന വിഭാഗം, രണ്ടാമത്തേത് KLR എന്ന വിഭാഗം, മൂന്നാമത്തേത് KLWM എന്ന വിഭാഗം, നാലാമതായി KLFB എന്ന വിഭാഗം. KLF കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്രഷ് അല്ലെങ്കിൽ ജനറൽ അപേക്ഷക്കാണ് KLF എന്ന കോഡ് വരുന്നത്. രണ്ടാമതായി KLR എന്നാൽ റിസർവ് കാറ്റഗറി, അതായത് 65 വയസ്സിന് മുകളിലുള്ളവർ അപേക്ഷിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന കവർ നമ്പറിൻ്റെ കോഡ് KLR എന്നായിരിക്കും. മൂന്നാമതായി സ്ത്രീകൾ മാത്രമായി മെഹ്റം ഇല്ലാതെ അപേക്ഷിക്കുന്ന അപേക്ഷയ്ക്ക് ലഭിക്കുന്ന കവർ നമ്പറിൻ്റെ കോഡ് KLWM എന്നായിരിക്കും. ഇനി നാലാമതായി കഴിഞ്ഞ വർഷത്തെ വെയിറ്റിംഗ് ലിസ്റ്റുകാർക്ക് ഈ വർഷം മുൻഗണന ലഭിക്കുകയാണെങ്കിൽ അവർക്ക് ലഭിക്കുന്ന കവർ നമ്പറിൻ്റെ കോഡ് KLFB എന്ന് ആയിരിക്കും. ഇനി കവർ നമ്പറിൻ്റെ ഘടന എങ്ങനെയാണ് എന്ന് നോക്കാം. സാധാരണയായി ഒരു കവർ നമ്പറിന് KLൽ തുടങ്ങുന്ന ഒരു കോഡ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞൊരു 4 അക്ക നമ്പർ ഉണ്ടായിരിക്കും. തുടർന്ന് ഡാഷിന് ശേഷം 2, 3 തുടങ്ങിയ ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ടായിരിക്കും. പിന്നീട് വരുന്ന ഡാഷിന് ശേഷം 0 എന്നൊരു നമ്പറും ഉണ്ടായിരിക്കും. ഇതിൽ ആദ്യത്തെ KL എന്നത് പൊതുവായി എല്ലാ കവർ നമ്പറിലും ഉള്ളതാണ്. ഇത് കേരളത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിപ്പം മറ്റു സംസ്ഥാനമാണെങ്കിൽ, ഉദാഹരണം തമിഴ്നാടാണെങ്കിൽ TN എന്ന രീതിയിലായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ KL എന്നാൽ കേരള സംസ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. രണ്ടാമതായി വരുന്ന 4 അക്ക നമ്പർ ഹജ്ജ് കമ്മിറ്റിക്ക് അപേക്ഷ ലഭിക്കുമ്പോൾ അപേക്ഷ പരിശോധിച്ച ശേഷം അവർ നൽകുന്ന രജിസ്ട്രേഷൻ അല്ലെങ്കിൽ യൂണിക് നമ്പർ ആയിരിക്കും ഈ 4 അക്ക നമ്പർ. അതിനുശേഷം വരുന്ന 2, 3, 4 എന്നൊക്കെ വരുന്ന സംഖ്യ ആ കവറിൽ എത്ര മുതിർന്നവർ അപേക്ഷിച്ചിട്ടുണ്ട് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്തതായി വരുന്ന 0 എന്ന സംഖ്യ 1, 2 കുട്ടികളുണ്ടെങ്കിൽ അവരെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അവസാനമായി വരുന്ന ഈ സംഖ്യ. എന്നാൽ ഇപ്പോൾ ഹജ്ജ് കമ്മിറ്റി നിലവിൽ ചെറിയ കുട്ടികളെ ഹജ്ജിന് അനുവദിക്കുന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. ഇനി മൊബൈൽ ഉപയോഗിച്ച് കവർ നമ്പർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ സൈറ്റ് ഓപ്പൺ ചെയ്ത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് എൻക്വയറി വിൻഡോ കണ്ടുപിടിച്ച ശേഷം അതിൽ കവർ നമ്പർ എന്നുള്ള സ്ഥാനത്ത് പാസ്പോർട്ട് നമ്പർ എന്നാക്കി പാസ്പോർട്ട് നമ്പർ ടൈപ്പ് ചെയ്ത് അടിയിലുള്ള ക്യാപ്ചയും ടൈപ്പ് ചെയ്ത് സെൻഡ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്താൽ കവർ നമ്പർ റെഡിയായിട്ടുണ്ടെങ്കിൽ അത് കാണാവുന്നതാണ്. ആഗ്രഹിക്കുന്ന എല്ലാവർക്കും മഖ്ബൂലും മബ്രൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.